بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരരായ വിശ്വാസിനികളെ, ജഗന്നിയന്താവും പരിപാലകനും അളവറ്റ ദയാപരനും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ടുകൊണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ആദരപൂർവം ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ ഉൾപ്പെടണം നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. റഹ്മാനായ റബ്ബ് അവൻ്റെ ഉത്തമരായ മുത്തഖികളായ അടിയാറുകളിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈസാ അലൈഹിസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നും ഈസാ അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസാ അലൈഹിസ്സലാം ഇതര പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനമാവട്ടെ, ജീവിതമാവട്ടെ, അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായ മുഅ്ജിസത്തുകളാവട്ടെ,
ഭൂമിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരോധാനമാവട്ടെ, എല്ലാം മനുഷ്യപ്രകൃതിക്ക്, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചിന്തകളിലുണ്ടാവാറ്. ഒന്ന്, ഇതേതോ പൈശാചികത ആണ് എന്ന കാഴ്ചപ്പാട്. ഇതൊക്കെ കേവലം കെട്ടുകഥകളും അസംഭവ്യങ്ങളുമാണ് എന്ന മറ്റൊരു നിലപാട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക ഒന്നുകിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആളുകൾക്ക് എന്ന മൂന്നാമത്തെ കാഴ്ചപ്പാട്. ഈസാ അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചവനാണ് എന്നതിനാൽ അദ്ദേഹം ആദ്യമായി നേരിട്ട ആരോപണം ഒരു ജാരസന്തതിയാണ് ഈസ എന്ന അലൈഹിസ്സലാം. വ്യഭിചാരസന്തതിയാണ്, അടുപ്പിക്കാൻ കഴിയാത്തവനാണ് എന്ന യഹൂദിവാദം. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ കടന്നു പോകുന്നത്. ആ ഒറ്റ മറുപടിയിൽ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു സ്വന്തം അനുയായികൾ. പിൽക്കാലത്ത് അദ്ദേഹം ദൈവമോ ദൈവപുത്രനോ ആണ് എന്നും അനുയായികളാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന യഥാർത്ഥ ഇസ്ലാം ഇഫ്രാത്തും തഫ്രീത്തുമില്ലാത്തത് എന്നാണ് പറയുക. അമിതത്വമോ അവഗണനയോ ഇല്ലാതെ കാര്യങ്ങളെ, വസ്തുതകളെ പ്രമാണപരമായി ബോധ്യപ്പെട്ട് യുക്തിഭദ്രമായി മനസ്സിലാക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസ മേഖലയിലും ആരാധനാ മേഖലയിലുമൊക്കെ ഇസ്ലാം നമുക്ക് മുമ്പിൽ വെച്ച നിലപാടും കാഴ്ചപ്പാടും. അത് തന്നെയാണ് ഈ വിഷയത്തിലുമുള്ളത്. ഈസാ അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഹൂദിവാദത്തിന് അള്ളാഹു നൽകുന്ന മറുപടി, ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെ സംവിധാനിക്കപ്പെട്ടവനാണ്, ജനിച്ചവനാണ് എന്നതാണ്. അദ്ദേഹം ഒരു വ്യഭിചാര സന്തതിയാണ് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണമെങ്കിൽ ഈസാ അലൈഹിസ്സലാമിന് പിതാവ് മാത്രമേ ഇല്ലാത്തതുള്ളൂ. മാതാവും പിതാവുമില്ലാതെയാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും? ഹവ്വാ റളിയല്ലാഹു തആല അൻഹയാവട്ടെ മാതാവും പിതാവുമില്ലാതെയും ഒരു പുരുഷൻ്റെ വാരിയെല്ലുകളിൽ മാത്രവുമായിട്ടാണ്. ഇവർ രണ്ടുപേരുമല്ലാത്തവരെല്ലാം മാതാപിതാക്കളിലൂടെ ജനിച്ചവരും. ഈ മൂന്നിനും കഴിയാവുന്ന അള്ളാഹുവിന് കേവലം ഒരു മണ്ണുരുളയിൽ നിന്ന് ആദമിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആദമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ് ഹവ്വാ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, മനുഷ്യരെ മാതാപിതാക്കളുടെ അണ്ഡബീജങ്ങളിൽ നിന്നാണ് അള്ളാഹു സംവിധാനിച്ചത് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ അറിയേണ്ടത് വഹുവ ബിക്കുല്ലി ഖൽഖിൻ അലീം, ഏത് രൂപത്തിലുള്ള സൃഷ്ടിപ്പിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന കേവലമായ ധാരണ നിങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. വഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പ് അതിൻ്റെ സമ്പൂർണമായ ഭാവത്തിൽ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. കാരണം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നമ്മുടെ മനസ്സിനും ഭാവത്തിനും ചിട്ടവട്ടങ്ങൾക്കും പ്രകൃതിക്കും അനുസരിച്ചല്ല അള്ളാഹുവിൻ്റെ കാര്യങ്ങളുള്ളത്. ഒരു കാര്യം അള്ളാഹു ഉണ്ടാകണം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്നതിനോട് പറയേണ്ടുന്ന പണി മാത്രമേ ഉള്ളൂ. ഫയകൂൻ, അതുണ്ടായിട്ടുണ്ടാകും. എങ്ങനെയുണ്ടാകും എന്ന ചോദ്യത്തിന് സക്കരിയാ നബി അലൈഹിസ്സലാമിനോട് മറിയം റളിയല്ലാഹു തആല അൻഹയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സക്കരിയാ നബിയുടെ അരികിൽ വന്നിട്ട് മലായിക്കത്ത് പറഞ്ഞു, നിനക്കൊരു മകനുണ്ടാകും, ആ മകന് മുമ്പൊന്നുമില്ലാത്തൊരു പേര് പോലും ഞാൻ പറയാം, യഹ്യ എന്നാണ്. ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ, ഒരാൺകുഞ്ഞുണ്ടാകും, അവന് യഹ്യ എന്ന് പേരിടണം. ആ പേര് ചരിത്രത്തിൽ ഒരിടത്തും ആർക്കുമില്ല.
എന്നൊക്കെ പറഞ്ഞപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം അന്നായ കോനുലി വലതുൻ വഖദ് ബലഗനിയൽ കിബറു വമ്രാത്തി ആക്കിറൻ, അള്ളാഹുവേ ഈ പ്രായത്തിൽ എല്ല് തളർന്നു പോയ, ശരീരം തളർന്നു പോയ എനിക്ക് വന്ധ്യയായ ഗർഭധാരണ ശേഷിയില്ലാത്ത വാർദ്ധക്യത്തിലെത്തിയ ഭാര്യയിൽ എങ്ങനെ മകനുണ്ടാകുമെന്നാണ് അള്ളാഹുവേ നീ പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ മറുപടി കാലകദാലിക്, അങ്ങനെയൊക്കെ തന്നെയാണ് സക്കരിയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം. താങ്കൾക്കതിന് കഴിയാത്ത പ്രായമായിട്ടുണ്ട്, കഴിയുമെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് ഈ അവസ്ഥയിലുമാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ കാല റബ്ബുക്ക്, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമല്ല, നമ്മൾ അടിത്തറ എവിടെയാണ്. പക്ഷേ കാല റബ്ബുക്ക്, പറയുന്നത് നിൻ്റെ റബ്ബാണ്, അവനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ അക്കാര്യം തീരുമാനിക്കാൻ, അത് നടപ്പിൽ വരുത്താൻ, അതുണ്ടാക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയും. ആ ഹയ്യിൻ എന്ന അതേ വാക്കാണ് മറിയം റളിയല്ലാഹു തആല അൻഹയോടും അള്ളാഹുവിന് മലക്കുകൾ ഇപ്പോൾ ജിബ്രീലിലൂടെ പറയാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ, നമ്മുടെ സ്വഭാവത്തിനും പ്രകൃതിക്കും വിരുദ്ധമായ, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒതുങ്ങാത്തതായ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിനെ മുഖമടച്ച് തള്ളാതെ, അതിനെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയുകയോ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് പകരം അങ്ങനെയൊരു അത്ഭുതം പിന്നെ പ്രത്യക്ഷപ്പെട്ട ആളെ അമിതമായി ആദരിച്ച് ബഹുമാനിച്ച് അത് ആരാധനയിലേക്ക് വഴിമാറാതിരിക്കുന്നതിനും പകരം നമ്മൾ ചെയ്യേണ്ടുന്ന നിലപാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന ഈമാനിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നമുക്ക് ആഴത്തിലുള്ള അറിവും നിലപാടുമുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിലേക്കാണ് നമ്മൾ കൂടുതൽ അണയുക. ഇതിനെ നിഷേധിക്കുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയും ഈ സംഭവങ്ങളിലൂടെ ഇവരെ അമിതമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ശിർക്കിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാ നബിയുടെ ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു പറയും, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി, അള്ളാഹുവിനരികിൽ ഈസാ നബിയുടെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കമസലി ആദം, ആദമിനെ പോലെയാണ്. ഇത് കാലലഹു റബ്ബുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ മസലി ആദമ ഖലഖഹു മിൻ തുറാബിൻ, ആദമിനെ മണ്ണിൽ നിന്ന് അള്ളാഹു രൂപപ്പെടുത്തിയിട്ട് കാലലു കുൻ, നീ ഒരു മനുഷ്യനായി തീരുക എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആദം മനുഷ്യനായി തീർന്നു. അതുപോലെ മറിയം റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ ഈസാ എന്ന പ്രവാചകന് ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞു, ഉണ്ടായി. അത്ര മാത്രമേ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ, വഴിവിട്ടു പോകേണ്ടതില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങൾ തെറ്റിദ്ധാരണ ഈ വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് അയാൾ ക്ലീൻ ഷേവ് ചെയ്തതാണ്, പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നിസ്കരിച്ചില്ല, നോമ്പ് വെച്ചിട്ടില്ല എന്ന് അവരുടെ ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അയാൾ പറയാത്ത കാര്യം അയാളെക്കുറിച്ചിട്ട് പറയാണ്, അയാൾ മുദബ്ബിറുൽ ആലമാണ്, അയാൾ മുദബ്ബിറുൽ ആലമാണ്. ഇന്ന് രാവിലെ നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ കേട്ട കാര്യം അള്ളാഹുവെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ എന്ന ആ വചനം ഇന്ന് സുബഹി ജമാഅത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകൾ കേട്ടിട്ടുണ്ട്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, ഉപരിയാകാശത്തിരുന്നു കൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ട് 1450 കൊല്ലം അത് വിശ്വസിക്കാൻ മടി കാണിച്ചിരുന്ന ആളുകൾ ഇയാൾ മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴിയാണ് ഈസാ നബിയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് ഞാൻ പറയാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തുകളായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ
ആ മുഅ്ജിസത്തുകളായ കാര്യങ്ങളാണ്. ആ ഈസാ നബിയെ ദൈവമായി ആരാധിക്കുന്ന ആളുകൾക്ക് പോലും പറയാനുള്ളത് ഈസാ നബിയിൽ വെളിപ്പെട്ട ആദ്യത്തെ മുഅ്ജിസത്ത് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നാണ്. ഇന്ന് അവർ തന്നെ പറയുന്നത് വീഞ്ഞ് മദ്യമാകുന്നു, അത് കുടിക്കാനോ കൊടുക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നാണ്. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ ആദ്യത്തെ മുഅ്ജിസത്തായി അവർ പറയുന്നത് ഇതാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. നമുക്ക് മുസ്ലിമീങ്ങൾക്ക് പ്രവാചകന്മാരോട് ഉണ്ടാവേണ്ടുന്ന ആദരവിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം മറിയമിൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ അവസാനിപ്പിച്ച് വെച്ചത് മറിയം പ്രസവിച്ച് കുഞ്ഞുമായിരിക്കുന്ന ഒരു രംഗമാണ്. അവിടേക്ക് ആളുകൾ വന്നിട്ട് മറിയമിനെ അപഹസിക്കുകയും ഭത്സിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോൾ ഫഅശാറത്ത് ഇലൈഹി മറിയം റളിയല്ലാഹു തആല അൻഹയോട് അല്ല പറഞ്ഞിരുന്നു, മിണ്ടണ്ട, വാക്കിക്കാര് ഞാൻ ഏറ്റ്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ അവർ കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, എങ്ങനെ ചോര പറ്റാത്ത ഈ കുഞ്ഞ്, ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ജനിച്ചവടെ ഈ കുഞ്ഞിനോട് എന്ത് ചോദിച്ചിട്ട് എന്ത് കാര്യം, അതെങ്ങനെ സംസാരിക്കും എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ അദക്കുൻ ഫയക്കൂൻ എന്നത് ഉറപ്പിക്കാൻ പറ്റിയൊരു മേഖലയാണ്. ആ കുഞ്ഞവിടെ നിന്ന് പറയും, ഇന്നി അബ്ദുല്ലാഹി ആത്താനിയിൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറക്കൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യ വസ്സലാമു അലയ്യ യൗമ വലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ജനിച്ചു വീണ നിമിഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പേജ് നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ ഖുർആനിലെ പേജ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണമാണ് നടത്തുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആത്താനിയൽ കിതാബ, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വജഅലനി നബിയ്യ, ഞാൻ പ്രവാചകനുമാണ്. വജഅലനി മുബാറക്കൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയാണെങ്കിലും ബറക്കത്ത് നൽകപ്പെട്ടവനാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും നമസ്കാരവും സക്കാത്തും നിർവഹിക്കണമെന്ന് ഞാൻ എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട്. വബറംബി വാലിദത്തി, എൻ്റെ മാതാവിനോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് എനിക്ക് കൽപ്പനയുണ്ട്. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യ, ഒരു തമ്മാടി ആയിക്കൂടാ എന്നും എനിക്ക് കൽപ്പനയുണ്ട്. ഞാൻ അങ്ങനെയൊട്ടല്ലതാനും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മുഅ്ജിസത്തിലൂടെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സംസാരിക്കുകയാണ്. സത്യത്തിൽ ഇത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഒരാൾ ആരാധിക്കപ്പെടാൻ ഇതിനേക്കാൾ വലുത് എന്തു വേണം? ഒരാൾ ദൈവമാക്കപ്പെടാൻ ഇതിനേക്കാൾ വലുത് എന്തു വേണം? മുഅ്മിനീങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാണ്. അവിടെ അദ്ദേഹം ദൈവമാക്കപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിന് ആ സമയത്ത് സംസാര വൈഭവം നൽകിയ അള്ളാഹുവിലേക്ക് അണയാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ ആ മഹത്തായ കഴിവിലേക്ക്, അതിലേക്ക് അഭയം തേടാൻ, അങ്ങനെ തൻ്റെ മാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിലൂടെ കഴിവ് പ്രകടിപ്പിച്ച, അത്ഭുതം പ്രകടിപ്പിച്ച അള്ളാഹുവിൽ നിന്ന് നമുക്കാവശ്യമായ സഹായങ്ങളും പ്രതീക്ഷിക്കാമല്ലോ എന്ന ഈമാനികമായ ഔന്നത്യത്തിലേക്ക്, സത്യസന്ധമായ നിലപാടിലേക്ക് മാറ്റാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് എവിടെയെങ്കിലും ആരുടെയെങ്കിലും അരികിൽ എന്തെങ്കിലും ഒന്നുണ്ട് എന്നൊരത്ഭുതം ഒരു പത്രത്തിലോ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു മെസ്സേജോ വന്നാൽ നമ്മുടെ സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് പോവുകയും ഈമാനും പണവും മാനവും മര്യാദയും എല്ലാം അവിടെ കൊണ്ടുപോയി പണയം വെച്ച് ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നത് ഈ തിരിച്ചറിവ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. മുഅ്മിനീങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെയും കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാൻ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതും ഫീ. നിങ്ങളുടെ മുൻഗാമികളുടെ ചീത്ത നടപടിക്രമങ്ങളും മാതൃകകളും നിങ്ങളും പിൻപറ്റുക തന്നെ ചെയ്യും. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ഒന്നൊഴിയാതെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. നോക്ക് നിങ്ങൾ, എൻ്റെ അയൽപക്കത്തൊക്കെ ഇതാണ്. ഈ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെയാണ്. അവരുടെയൊക്കെ വീടും ആരാധനാലയവും അലങ്കൃതമാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളും ആരാധനാലയങ്ങളും അലങ്കൃതമാക്കപ്പെടുന്നത് ഇതിനെ മാതൃകയാക്കിയിട്ടാണ്.
ഇസ്ലാമില്ല, ഈമാനില്ല, വിശുദ്ധ ഖുർആനില്ല, തിരുസുന്നത്തില്ല. ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാട്. അതല്ല ഇതൊക്കെയും പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം പറയും, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത് തൗറാത്ത വൽ ഇൻജീൽ, അദ്ദേഹത്തിന് നാം വേദവിജ്ഞാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു, തൗറാത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇൻജീൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലൻ, അദ്ദേഹം കുഞ്ഞുനാളിൽ സംസാരിച്ചിട്ടുണ്ട്, ഇനി വാർദ്ധക്യത്തിലും സംസാരിക്കും. വമിന സ്വാലിഹീൻ, അദ്ദേഹം സച്ചരിതനമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അദ്ദേഹത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള അത്ഭുത സിദ്ധിയുണ്ടായിരുന്നു, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താനുള്ള അത്ഭുത സിദ്ധിയുണ്ടായിരുന്നു, അന്ധത സുഖപ്പെടുത്താനുള്ള അത്ഭുത സിദ്ധിയുണ്ടായിരുന്നു, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ അദ്ദേഹം ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അത്ഭുതമായ അനുവാദപ്രകാരം, കൽപ്പനപ്രകാരം അതൊരു ജീവനുള്ള പക്ഷിയായി പറന്നു പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ കഴിച്ച ഭക്ഷണവും അവനവൻ വീടുകളിൽ സൂക്ഷിച്ചു വെച്ച സംഗതികളും എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരോടും പറയുമായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചു, ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. സുബ്ഹാനല്ലാഹ്, ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഇതൊക്കെ കഴിയുന്ന ആൾ അല്ലാണ്ട് പിന്നെ ആരാൻ? അതന്നെ മുദബ്ബിറുൽ ആലം. ഇതൊക്കെ കൂടെ കഴിയുന്നത് അല്ലാഹ്ക്കാണ്. ഇതൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം അല്ലയാണ്, അല്ലാഹുവാണെന്നാണ്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. മസീഹ് ഇബ്നു മറിയമാണ്, ഈസ ഇബ്നു മറിയമാണ്, അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിലൂടെ ആ പറഞ്ഞ ആളുകൾ കാഫിറുകളായി പോയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഇന്നയാളാണ് ആ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് മറിയം ബീവി, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ വലിയ മാതല്ലേ അല്ലേ? വക്കാലത്തിൻ നസാറൽ മസീഹു ഇബ്നുല്ലാ, മറ്റൊരു വിഭാഗം, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മോനാണ് എന്ന് വേറൊരു വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദാ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. അല്ലാഹു പറയും, അവർ അല്ലാഹുവിന് മോനുണ്ട് എന്ന് പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, അതൊരു ഗുരുതരമായ ആരോപണമാണ്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആ ആരോപണം അവരിൽ നിന്ന് കേട്ടപ്പോൾ ഭയപ്പാട് കൊണ്ട് ആകാശം വിണ്ടുകീറാറായി. വതൻശഖുൽ അർള്, ഭൂമി പൊട്ടിപ്പിളരാറായി. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ കിടുകിട വിറച്ചുപോയി. അത്ര ഗുരുതരമായ ആരോപണം. അൻദഉ ലിർറഹ്മാനി വലദാ, അല്ലാഹുവിന് മോനുണ്ട് എന്ന വാദം. ഇൻ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, റബ്ബിന് അങ്ങനെ ഒരു മോൻ്റെ ആവശ്യമില്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, അദ്ദേഹം ഉൾപ്പെടെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹുവിങ്കിൽ ഹാജരാക്കപ്പെടുക അല്ലാഹുവിൻ്റെ കേവലരായ അടിമകളായിട്ടായിരിക്കും എന്ന് പറഞ്ഞത്. മോനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പേരാണ്. മോനുണ്ട് എന്ന് പറഞ്ഞത് ഇത്രമാത്രം ഗുരുതരമായ ആരോപണമാണെങ്കിൽ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇയാളാന്ന് പറഞ്ഞാൽ അതൊരു മുസൽമാൻ്റെ നാവുന്നുണ്ടായാൽ അതാരാണ്? ആരായി പോകും നമ്മൾ? എവിടേക്കാണ് ഈ സമുദായം പോവുക എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നത് മുസൽമാൻ്റെ നിലപാടല്ല. നോക്കൂ നിങ്ങൾ, മൂന്നാമത് അദ്ദേഹം ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം നിങ്ങൾ? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് ഇദ്ദേഹം അല്ലാഹുവാകുന്നു, അള്ളാഹിൻ്റെ മോനാകുന്നു. സാലിസു സലാസാണ് മൂന്നാമത്തെ ഒരു വിഭാഗം. അല്ലാഹു അല്ലേ വേണ്ട, മോനല്ലേ വേണ്ട, മൂന്നിൽ മൂന്നാമനാണ്, അല്ലാഹു മൂന്നാണ്, ആ മൂന്നിൽ മൂന്നാമനാണ് എന്ന് പറഞ്ഞ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഞാനിതിനൊക്കെ ഉള്ള ആളാണെന്നുള്ളൊരു ചിന്തയല്ല അദ്ദേഹത്തിനുണ്ടായത്. എന്നാൽ പിന്നെ പറഞ്ഞോട്ടെ എന്നല്ല, അതിപ്പോൾ ശരിയാവാൻ എന്നാ പറഞ്ഞോട്ടെ, ഞാനായിട്ടിപ്പോൾ ഞാൻ തിരുത്താൻ പോണില്ല എന്നല്ല. മഹാനായ
ഈസാ അലൈഹിസ്സലാം ആളുകളോട് വഖാലൽ മസീഹു യാ ബനി ഇസ്രായീൽ ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. ഇസ്രായേൽ മക്കളെ, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാകുന്നു. വല്ലാത്തൊരു പ്രയോഗ. എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബായ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ എന്നെയല്ല. നിങ്ങളും അല്ലാഹുവെയാണ് ആരാധിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയും, കാരണം ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ആരെ കൂട്ടിയിട്ടാണെങ്കിലും, അത് ഞാനാണ്, എന്നെ കൂട്ടിയിട്ട് എൻ്റെ ഉമ്മയെ കൂട്ടിയിട്ടോ ആണെങ്കിലും, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. മുഅ്മിനീങ്ങളെ പഠിച്ചു വെക്കേണ്ടതാണ്. അള്ളാഹു അവർക്ക് സ്വർഗം, നരകം, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവർക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. വമഅ്വാഹുന്നാർ, നരകമാണ് അവരുടെ സങ്കേതം, അത്തരക്കാരുടെ സങ്കേതം. വമാലിദ്ദാലിമീന മിൻ അൻസാർ, ഇത്തരം അക്രമികൾക്ക് ഒരു വിധത്തിലുള്ള സഹായികളും അള്ളാഹുവിങ്കിൽ നിന്ന് അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കണ്ടെത്താൻ കഴിയുകയില്ല, ഉണ്ടാവുകയില്ല എന്നാണ് മഹാനവറുകൾ അപ്പോഴും പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ പോളിസിയും, അത് തന്നെയാണ് സകലമാന പ്രവാചകന്മാരുടെയും നിലപാട്. യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഈ ജനങ്ങളെ, എൻ്റെ ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഉഅ്ബുദുല്ലാഹ, അല്ലാഹുവെ ആരാധിക്കുവീൻ, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഇലാഹും നിങ്ങൾക്കില്ല എന്നാണ് പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞത്. ഇത് പ്രകാരം തന്നെയാണ് ഭൂമിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരോധാനവും. ജനനം ഏത് പ്രകാരമാണോ അത് പ്രകാരം തന്നെയാണ് ഭൂമിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മടക്കവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലു, യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ ഈസാ നബിയെ കൊന്നുകളഞ്ഞു എന്ന്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർക്ക് അദ്ദേഹത്തെ കൊല്ലാനും സാധിച്ചിട്ടില്ല, അവർക്ക് അദ്ദേഹത്തെ കുരിശിലേറ്റാനും സാധിച്ചിട്ടില്ല. ബർ റഫഉഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അദ്ദേഹത്തെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അത് വിശ്വസിക്കാൻ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ കുഴപ്പം. അത് വിശ്വസിക്കാൻ റബ്ബിൻ്റെ കഴിവിൽ ഒരു തരത്തിലുള്ള വിശ്വാസം നമുക്കില്ലാതെ പോയോ? ആകാശലോകത്ത്, സ്വർഗലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാമയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച, ഇറക്കി കൊണ്ടുവരാൻ സാധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭൂമിയിൽ ജീവിച്ച ഒരാളെ ആകാശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വല്ല കുറവല്ല പണിയും ഉണ്ടാകുമോ? വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ 6 ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നിങ്ങൾക്കറിയത്, 6 ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അക്കാര്യം പറഞ്ഞപ്പോൾ ഒരാൾക്ക് ആകാശത്തേക്കാണ് പോകാൻ പറ്റും അബൂബക്കറെ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, എന്താ പോകാൻ പറ്റൂലാന്ന്? അവിടുന്നല്ലേ ദിവസം ഇങ്ങോട്ട് ആൾ വരുന്നത്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജിബ്രീൽ, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ദിവസം വരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് ആണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതാണ് ഇസ്ലാം, അതാണ് മുഅ്മിൻ, അതാണ് ഈമാൻ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് വെച്ചത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്തുണ്ടോ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാനും അതിലൊരു സംശയവുമില്ലാതെ അത് ഏറ്റെടുക്കാനും വിശ്വസിക്കാനും അത് പ്രഖ്യാപിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ ആരാവുക? മുഅ്മിനാവുക. അല്ലെങ്കിൽ നമ്മൾ ആരാവുള്ളൂ? മുസ്ലിം മാത്രമേ ആവുള്ളൂ. നമ്മൾ മുസ്ലിങ്ങളായാൽ പോരാ, അതിന് മുകളിലേക്ക് ഉയരേണ്ടതുണ്ട്, മുഅ്മിനാവേണ്ടതുണ്ട്, മുത്തഖിയാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ അങ്ങനെ തന്നെ അംഗീകരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖാലല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഖിറുക മിനല്ലദീന കഫറു. ഈസാ, താങ്കളെ ഞാൻ ആളുകൾക്കിടയിൽ നിന്ന് തിരിച്ചു പിടിക്കും. ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, നാം താങ്കളെ നമ്മിലേക്ക് ഉയർത്തും. വമുതഖിറുക മിനല്ലദീന കഫറു, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ആരെല്ലാം താങ്കളെക്കുറിച്ച് പറഞ്ഞാലും അതിൽ നിന്നെല്ലാം താങ്കളെ പരിശുദ്ധപ്പെടുത്തി നിർത്തും ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള പഠനമാണ്, അത് പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ തള്ളേണ്ടതോ കൊള്ളേണ്ടതോ പ്രവാചകന്മാരെ കുറിച്ചാണ് എന്ന ചിന്ത, ഭയപ്പാട് മുസൽമാനുണ്ടാവണം. അതുപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നടപ്പാക്കുന്ന കഴിവുകൾ, അത്ഭുതങ്ങൾ അല്ലാഹുവിലേക്ക് അണയാനാണ് നമുക്ക് കാരണമാവേണ്ടത്. അവരിലേക്ക് നമ്മുടെ ഇബാദത്ത് വഴിമാറിപ്പോകാൻ
അത് കാരണമായിക്കൂടാ എന്നത് ഈസാ നബിയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാക്കി വെച്ച വികല വിശ്വാസത്തിൽ നിന്ന് മുസൽമാൻ ഉൾക്കൊള്ളേണ്ടുന്ന പാഠമാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനും നമ്മളെ കൂടുതൽ വിനയവും ഈമാനും തൗഹീദുമുള്ളവരാക്കി തീർക്കുവാനും വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഇക്കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളുടെ എല്ലാ മേഖലകളും ഒരല്പവും വഴിതെറ്റാതെ, ഒരാടിലേക്കും മടങ്ങാതെ, ഒരു ശക്തിയിലേക്കും മടങ്ങാതെ അത് അള്ളാഹുവിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന വഹും അഇമ്മത്തുൽ ആലമീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരായ വിശ്വാസിനികൾ, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അനന്തരാവകാശത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആർക്കാണ് അത് ലഭിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ അവകാശമുള്ളത് എന്ന ചർച്ചയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. മരിച്ചയാളുടെ മാതാപിതാക്കൾ, മരിച്ചയാളുടെ ഇണ, മരിച്ചയാളുടെ മക്കൾ എന്നിങ്ങനെയാണ് ആ വൃത്തം ആദ്യത്തിൽ പരിമിതപ്പെടുക. അതിനപ്പുറത്തേക്കത് പോവില്ല. മരിച്ചയാളുടെ ഉമ്മയും ബാപ്പയും, മരിച്ചയാളുടെ ഇണ, ഭാര്യയോ ഭർത്താവോ രണ്ടിലൊന്ന്, മരിച്ചയാളുടെ മക്കൾ, ഈ 3 വിഭാഗം ആളുകളാണ് അനന്തരാവകാശികളിലെ അഹ്ലുൽ ഫുറൂള്, കൃത്യമായ ഓഹരി അള്ളാഹു നിശ്ചയിച്ച ആളുകൾ എന്ന് പറയാൻ കഴിയുന്നവരുള്ളത്. ഇതിൽ ഉമ്മയ്ക്കിത്ര, ബാപ്പയ്ക്കിത്ര, പെൺകുട്ടി ഒരാൾ മാത്രമാണെങ്കിൽ ഇത്ര, ഒന്നിലധികം പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഇത്ര എന്നൊക്കെ നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നു. ഇനി ഇതിന് മൂന്നാമത്തൊരു വിഭാഗം കൂടിയുണ്ട്. അത് ഭാര്യയും ഭർത്താവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലക്കും നിസ്ഫു മാ തറക അസ്വാജുകും ഇല്ലം യകുൻ ലഹുന്ന വലദുൻ. നിങ്ങളുടെ ഭാര്യ മരിച്ചാൽ, ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നല്ല കേട്ടോ. ഭാര്യയ്ക്ക് എന്ത് സൂക്ഷ്മമായ പ്രയോഗ, നിങ്ങളല്ലാതെ മുമ്പ് കല്യാണം കഴിച്ചതിൽ അവർക്ക് മക്കളുണ്ടാവാം എന്നതിൻ്റെ അർത്ഥം അല്ലേ. മരിച്ചയാളോട് നേർക്ക് നേരെയാണ് ബന്ധം. മരിച്ചയാളും അപരനും തമ്മിലുള്ള ബന്ധമല്ല. നിങ്ങളുടെ ഭാര്യ മരിച്ചാൽ, നിങ്ങളുടെ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ വലക്കുന്നിസ്ഫു മാ തറക അസ്വാജുകും, ഭാര്യയുടെ സ്വത്തിൻ്റെ നേർപകുതി നിങ്ങൾക്കാണ്. ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ ഫൈൻ കാന ലഹുന്ന വലദുൻ, എന്നാൽ ഭാര്യയ്ക്ക് മക്കളുണ്ട് എങ്കിൽ ഫലക്കും റുബഉ മിമ്മാ തറക്ന, നിങ്ങൾക്ക് 1/4 അവകാശമുള്ളൂ. ഭാര്യയ്ക്ക് മക്കളുണ്ട്, അവർ മരണപ്പെട്ടു പോയി എങ്കിൽ ഭർത്താവിന് 1/4. ഭാര്യയ്ക്ക് മക്കളില്ല എങ്കിൽ ആ ഭർത്താവിന് നേർപകുതിയും. ഇത് പറയുമ്പോഴും അള്ളാഹു പറയും മിൻ ബഅദി വസിയ്യത്തി യൂസീന ബിഹാ ഔ ദൈൻ. ഭാര്യയ്ക്ക് വല്ല കടങ്ങളുമുണ്ടെങ്കിൽ അത് തീർത്തിരിക്കണം. ഭാര്യയുടെ സ്വത്ത് കൊണ്ട് അവർക്ക് വല്ല വസിയ്യത്തുമുണ്ടെങ്കിൽ അതും തീർത്തിരിക്കണം. അതിന് ശേഷമാണ് നിങ്ങൾക്കതിന് വീതം വെക്കാനും എടുക്കാനുമുള്ള അവകാശമുള്ളത്. മുഅ്മിനീങ്ങളോട് പ്രത്യേകം പറയാനുള്ള ഒരു സംഗതി, ഞാനൊക്കെ വലിയ ആപത്തായി കാണുന്നൊരു സംഗതി, നമ്മൾ പുരുഷന്മാർ മരിച്ചാൽ നമ്മൾ അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്, അപ്പുറത്ത് കൊടുക്കാനുണ്ട്, ഇപ്പുറത്ത് കൊടുക്കാനുണ്ട്, അതൊക്കെ ചോദിച്ചറിഞ്ഞ് ഇതൊക്കെ അനൗൺസ് ചെയ്യും. പക്ഷെ നമ്മുടെ ഭാര്യമാർ, ഇപ്പോഴങ്ങനെ സാധ്യത കുറവാണ്, നമ്മുടെ ഭാര്യമാർ വാങ്ങാറുള്ളത് പഴയ കാലത്തെങ്കിലും അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് 4 തക്കാളി, ഇപ്പുറത്ത് 2 പച്ചമുളക്, അപ്പുറത്ത് 2 കോഴിമുട്ട എന്നിങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. സംഗതി കടം മേടിച്ചതാണെങ്കിൽ അതും കടം തന്നെയാണ്. നമ്മുടെ മക്കളും ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സംഗതി ഒരു അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് എടുത്തതാണെങ്കിൽ അത് കടം തന്നെയാണ്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ച മഹാപണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞത്, മരണാനന്തരം ആത്മാക്കളുടെ 8 അവസ്ഥകളിലൊന്ന് വമിൻഹ അർവാഹും മുഅല്ലഖത്തും ബിബാബിൽ ജന്നതി മിൻ അജ്ലി ദൈനിഹി എന്നാണ്. വമിൻഹ അർവാഹുൻ മുഅല്ലഖത്തും ഫീ ബാബിൽ ജന്നതി മിൻ അജ്ലി ദൈനിഹി. കടം അല്ലാത്ത മറ്റ് യാതൊരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത
ആത്മാവ്, പക്ഷേ കടമുണ്ട് എങ്കിൽ ആ കടത്തിൻ്റെ പേരിൽ സ്വർഗ കവാടം വരെ മാത്രമേ അതിന് പ്രവേശനമുണ്ടാവുകയുള്ളൂ. അവിടെ അത് തടയപ്പെടും എന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഈ കടത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതൊരു കോഴിമുട്ടയാണെങ്കിലും ശരി, 1 കോടി രൂപയാണെങ്കിലും ശരി, അത് കടമാണ്, അത് വീട്ടേണ്ടതുണ്ട്, അതിന് പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്. അതിന് ശേഷം ബാക്കി വരുന്നതിൽ മാത്രമേ അവകാശമുള്ളൂ. വലഹുന്ന റുബുഉ മിമ്മാ തറക്തും, നിങ്ങളാണ് മരണപ്പെട്ടത് ഭർത്താക്കന്മാർ, നിങ്ങളാണ് മരണപ്പെട്ടത്. ഇല്ലം യകുല്ലക്കും വലതുൻ, ഇന്ന് നിങ്ങൾക്ക് മക്കളോട്ട് ഇല്ലതാനും, എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്വത്തിൽ 4/1 അവകാശമുണ്ട്. നമ്മളാണ് ഭർത്താവാണ് മരണപ്പെട്ടത്, നമുക്ക് മക്കളില്ല എങ്കിൽ നമ്മുടെ സ്വത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് 4/1 അവകാശമുണ്ട്. അതേസമയത്ത് വൈങ്കാനലക്കും വലതുൻ, നമുക്ക് മക്കളുണ്ട്, മരിച്ച ഭർത്താവിന് മക്കളുണ്ട് എങ്കിൽ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും, നമ്മളുടെ സ്വത്തിൽ ഭാര്യയ്ക്ക് 8/1 അവകാശം. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് 4/1 8/1 അവകാശം കണക്കാക്കണം. ഭാര്യയാണ് മരണപ്പെട്ടത് എങ്കിൽ ഭർത്താവിന് നേർപകുതിയോ അല്ലെങ്കിൽ 4/1. മക്കളില്ല എങ്കിലാണ് ഈ പകുതിയും 4/1 ഭാര്യയ്ക്കും ഭർത്താവിനും ലഭിക്കുക. മക്കളുണ്ടെങ്കിൽ, ഭാര്യ മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് 4/1, ഭർത്താവിന് മക്കളുണ്ട്, ഭർത്താവാണ് മരണപ്പെട്ടതെങ്കിൽ ഭാര്യയ്ക്ക് 8/1. അപ്പോൾ എന്നിട്ടും അല്ലാഹു പറയും മിമ്പഅദി വസിയത്തിൻ തൂസൂന ബിഹാ ഔദൈൻ, കടമുണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം, വസിയത്തുണ്ടെങ്കിൽ അത് തീർത്തതിനു ശേഷം ബാക്കിയുള്ളതിലാണ്. മുഅ്മിനീങ്ങൾ കടത്തിൻ്റെ വിഷയത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് വീട്ടാത്ത യാതൊന്നും ഒരലസതയും അതിലുണ്ടാവരുത്. ഏറ്റെടുത്താൽ മാത്രം പോരാ, ഏറ്റെടുക്കുന്ന അതേ ശുഷ്കാന്തിയോടെ അത് വീട്ടിൽ തീർക്കുകയും വേണം. ഞാൻ ഏറ്റെടുത്തോളാം, മൈക്കിലിങ്ങനെ വിളിച്ചു പറയും, കുഞ്ഞായ്മു മൂത്ത മകൻ കുഞ്ഞായ്മുവിനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ രണ്ടാമത്തെ അംഗം വീരാങ്കോയനെ കണ്ടാൽ മതി. അപ്പം മൈക്കൊക്കെ വീരാങ്കോയൻ്റെയും കുഞ്ഞായ്മുവിൻ്റെയും പേര് നാട്ടുകാരെല്ലാവരും കേട്ട് അതിന് വേണ്ടിയിട്ടാവരുത് ആ പേര് വിളിച്ചു പറയൽ. അവിടേക്ക് വരുമ്പോൾ എനിക്കൊരു 10,000 തരാണ്ട് വാപ്പാക്ക് അങ്ങനെ വാങ്ങാൻ്റെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാകാനാണ് നിങ്ങൾ ഈ പേര് ഇവിടെ വിളിപ്പിക്കരുത് എന്ന് ഈ സമുദായത്തോട് മൊത്തത്തിലൊന്ന് പറയാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കൊടുത്തു തീർക്കുമ്പോൾ മാത്രമേ മരണപ്പെട്ട ആളുടെ ഖബർ വിശാലമാവുകയുള്ളൂ, അയാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു ഏറ്റവും നല്ല മുസ്ലിമുകളായി, ഏറ്റവും നല്ല മുഅ്മിനുകളായി ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാതൊരു സാഹചര്യത്തിലും യാതൊരു തരത്തിലും അള്ളാഹുവിനുള്ള ആരാധനകളിലെ യാതൊരു മേഖലയും അള്ളാഹുവല്ലാത്ത യാതൊരാളിലേക്കും തിരിഞ്ഞു പോകാതിരിക്കാനുള്ള തൗഫീഖും തഖ്വയും സൂക്ഷ്മതാബോധവും അള്ളാഹു നമ്മിൽ നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിന് കൃത്യമായ ഇബാദത്തുകൾ എടുത്ത് തൗഹീദും സുന്നത്തും അടിയുറച്ച് നിലമ്പെന്ന് വിശ്വസിച്ച് തൗഹീദും സുന്നത്തും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ വിധത്തിലും വന്നുപോയ വീഴ്ചകൾ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് മാപ്പാക്കി തരയണമേ സുബ്ഹാനെ. അവയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ റബ്ബെ. വന്നുപോയ വീഴ്ചകളുടെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനെ. അവയുടെ കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ വിചാരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് അത്തരം തിന്മകളെ മായ്ച്ച് കളയണമേ റഹ്മാനെ. അത്തരം തിന്മകളെ മൂടിക്കളയുന്ന നന്മകൾ ചെയ്യാനുള്ള മനസ്സും സാഹചര്യവും ആവേശവും ഈമാനും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നിൻ്റെ ഇഷ്ടദാസനായി നീ കണ്ടെത്തുന്ന കാലം വരെയും ഞങ്ങൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളുടെ ഖബറിടങ്ങളെ വിശാലമായ സ്വർഗ പൂങ്കാവനങ്ങളാക്കണമേ സുബ്ഹാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ
أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدينا وأهلنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم.